നമ്മളിന്നൊരു ചിക്കൻ മന്തിയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചിക്കൻ ആദ്യം തയ്യാറാക്കണം. ചിക്കൻ തയ്യാറാക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ ഏകദേശം 1 കിലോ അടുപ്പിച്ചുണ്ട്. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടി ബട്ടർ, പിന്നെ 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ചിക്കൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് പ്യൂരി ആക്കുന്നതിന് വേണ്ടിയാണ്. നാരങ്ങ നമുക്ക് റൈസിന് വേണ്ടിയാണ് ആവശ്യമുള്ളത്. പച്ചമുളക് ലാസ്റ്റാണ്, 3 പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചത് വേണം, അതിന് വേണ്ടി 2 വെളുത്തുള്ളി. ഈ ഉണക്ക നാരങ്ങയും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് റൈസിന് വേണ്ടിയാണ്. പിന്നെ മാഗി ക്യൂബ്സ് വേണം, ഗ്രാമ്പു, പിന്നെ ഒരു ക്യാപ്സിക്കം, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പട്ട, പിന്നെ ഫുഡ് കളർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. നമുക്കിനി ചിക്കൻ മിക്സ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കുക്കറാണ്. കാരണം അതിൽ തന്നെ നമുക്ക് പിന്നെ റൈസും കൂടി ഇടാമല്ലോ. അതിനുവേണ്ടി കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അതിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിരുന്ന ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മളിതിലേക്ക് ഇടേണ്ടത് ഒരു ക്യാപ്സിക്കമാണ്. അത് ചെറിയ സൈസിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ ചെറിയ സൈസിലല്ല, എന്നാലും ഒരു ആവശ്യത്തിനുള്ള സൈസിൽ ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഇടേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാൻ 2 മുഴുവൻ വെളുത്തുള്ളി എടുത്തെങ്കിലും അതിൽ നിന്ന് 15 അല്ലി മാത്രമേ ഞാൻ യൂസ് ചെയ്തുള്ളൂ. കാരണം അത് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അതിടുക. പിന്നെ നമ്മൾ ടൊമാറ്റോ 3 എണ്ണം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരിത്തിരി ബട്ടറാണ്. ഇത്രയും ആവശ്യമില്ല, കുറച്ച് ബട്ടർ മതി. ഇത്രയും എമൗണ്ട് ബട്ടർ ഞാൻ ഇടുകയാണ്. ഒരു ചെറിയ സ്പൂൺ വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇടാം. റൈസൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒരു മണം വരാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാഗി ക്യൂബ്സാണ്. ഞാൻ 2 മാഗി ക്യൂബ്സാണ് ഇടുന്നത്. മാഗി ക്യൂബ്സ് ഇടുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഇടേണ്ടത് ഒരു 5 ഗ്രാമ്പു ഇടാം. പിന്നെ പട്ട, ഞാൻ ചെറിയ തണ്ട് പട്ടയാണ് ഇടുന്നത്. പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതിടാം. ഞാനത് എടുത്തു വയ്ക്കാൻ മറന്നുപോയി. ബേ ലീഫ് വേണം കേട്ടോ. ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒന്നോ ചെറുതോ ഇട്ടാൽ മതി. ബേ ലീഫ് കീറിയിടുകയാണ്. ബേ ലീഫ്. ഇനി ഫുഡ് കളർ ഇടണം. ഞാനൊരു ലെമൺ യെല്ലോയുടെ ഫുഡ് കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു റെഡ് ആവശ്യമുണ്ടെങ്കിൽ റെഡ് ഇടാം. യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറൊക്കെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിത് ലെമൺ യെല്ലോയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു ശകലം മതി, ഒരു നുള്ളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ടേബിൾ സോൾട്ട് പോലത്തെ ഉപ്പാണ്. അപ്പോൾ അതിന് കുറച്ച് ഉപ്പ് കൂടുതലിട്ടാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് അതിട്ടത്. പിന്നെ 1 ടീസ്പൂണിൻ്റെ പകുതി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം നമുക്ക്.
എന്നിട്ട് റൈസ് ശരിയാക്കാം. നമ്മളടുത്ത റൈസ് തയ്യാറാക്കാൻ പോവുകയാണ്. നേരത്തെ ഞാൻ ചിക്കൻ മിക്സ് ചെയ്ത സമയത്ത് അതിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കണമായിരുന്നു. അത് ഞാൻ പിന്നെ ഒഴിച്ചാണ് മിക്സ് ചെയ്തത്. അത് മറക്കാതെ സൺഫ്ലവർ ഒഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ അതിലൊഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഗോൾഡൻ സെല്ലാർ ബസുമതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതല്ലാത്ത നോർമൽ റൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു ആരോമയും ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഗോൾഡൻ സെല്ലാർ ബസുമതി റൈസ് എന്ന് പറയുന്ന ഒരു നീളത്തിലുള്ള റൈസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള റൈസ് എല്ലാം കഴുകി ഞാൻ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിനി വെള്ളം തിളപ്പിക്കണം. ആ വെള്ളം തിളപ്പിക്കാൻ ഒരു കുക്കറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കുക്കർ അടച്ചു വെച്ചൊന്നല്ല ഞാൻ വേവിക്കുന്നത്, അല്ലാതെ തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പം ഞാൻ 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കണക്കാണ് ചെയ്യേണ്ടത്. അങ്ങനെ കറക്റ്റ് അളവിലുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മളിനി വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടി വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. അതിനാവശ്യമുള്ള ഫസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ മുഴുവൻ നാരങ്ങ കട്ട് ചെയ്ത് വെച്ച പീസസ് അതിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കുരുമുളകും നല്ല ജീരകവുമാണ് ഇടേണ്ടത്. നമ്മളിനി വെള്ളത്തിലോട്ട് കുറച്ച് കുരുമുളക് ഇടുകയാണ്. മുഴുവൻ കുരുമുളകാണ് ഇടേണ്ടത്. വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം. ഇത്രയും ഞാൻ ഇടുന്നുണ്ട്. കുരുമുളക്, പിന്നെ ആവശ്യമുള്ളത് നല്ല ജീരകമാണ്. അതായത് നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ജീരകം. പിന്നെ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് നമുക്ക് ഉപയോഗിക്കാം. കല്ലുപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഉപ്പ് ഉപയോഗിച്ചാലും മതി. ഇനി വെള്ളം തിളയ്ക്കണം. അതിന് മുന്നേ അതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ അല്ല സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി വെള്ളം തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അരി കഴുകി നമ്മൾ വെള്ളം തോരാൻ വേണ്ടി വെച്ചിരിക്കണം. എന്നിട്ട് വേണം ഈ വെള്ളം തിളച്ചതിന് ശേഷം ഇതിലോട്ട് ഇടേണ്ടത്. ഒരുപാട് അരി വേവേണ്ട. ഒരു ഹാഫ് വേവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അരി മാറ്റാം. കാരണം നമ്മൾ ബാക്കി കുക്കറിലിട്ടാണല്ലോ വേവിക്കുന്നത്. അതുകൊണ്ട് വെള്ളം തിളയ്ക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. മന്തിക്ക് നമുക്ക് മയോണൈസ് ഉപയോഗിക്കാം, ടൊമാറ്റോ ചട്നി ഉപയോഗിക്കാം, ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിന്ന് മയോണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ നാരങ്ങയും ഈ കുരുമുളകും ജീരകവും ഇതെല്ലാം ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ അരിയിലോട്ടും ഈ ഒരു ഫ്ലേവർ പിടിക്കും. എന്നാലേ ആ മന്തിക്ക് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മുടെ ഈ അരി ഒന്നിട്ട് കൊടുക്കാൻ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു മണവും വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇനി ആ വെള്ളത്തിലൂടെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം.
ഞാൻ കൈ വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്ക് കൈ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് ചെയ്യുന്നത്. എന്ത് വെച്ച് ചെയ്താലും വൃത്തിയായി ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന ആഹാരം. എല്ലാ അരിയും നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഒരു തവയെടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നാലേ എല്ലായിടത്തും വെള്ളവും അതേപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലേവേഴ്സൊക്കെ എത്തുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തുറന്ന് വെച്ച് അങ്ങ് വേവിച്ചാൽ മതി. ഇത് അടച്ച് വയ്ക്കണമെന്നൊന്നുമില്ല. നമ്മൾ നോക്കിക്കോണം അരിയുടെ വേവ്. കാരണം നമ്മൾ ചിക്കനിലോട്ട് ഇടുമ്പോൾ രണ്ടും കൂടി ഉള്ള വേവ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോവുക റൈസ്. ഏകദേശം നല്ല രീതിയിൽ റൈസ് ഒരു അര വേവായിട്ടുണ്ട്. ഇനി ഇത് മതി, നമുക്ക് മാറ്റി വെക്കുകയാണ് നമ്മൾ. ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് എടുക്കുകയാണ്. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ശബ്ദം നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവണമായിരിക്കും. ജസ്റ്റ് അത് കോരിയൻ്റെ ഒരു ശബ്ദമാണ് കേട്ടോ. ശക്കലം ഒരു വെള്ളമുണ്ട്, അതിന് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കറിനകത്ത് തൊട്ട് എനിക്ക് പിടിക്കാൻ പറ്റില്ല, അത് ചൂടായതുകൊണ്ട്. ഏകദേശം എല്ലാ റൈസും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് പച്ചമുളക് കഴുകി കൊണ്ടുവന്നിട്ട് അത് 1 2 3 ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കുക്കർ അടച്ച് ഒരു വിസിൽ കേൾക്കും വരെ വേവിക്കുക. ഒറ്റ വിസിൽ കേട്ടാൽ മതി കേട്ടോ, ഒറ്റ വിസിൽ. അങ്ങനെ നമ്മൾ ഫൈനലി കുക്കർ തുറന്നിരിക്കുകയാണ്. മന്തി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല മണമുണ്ട് കേട്ടോ. നമുക്കിനി ഇത് സെർവ് ചെയ്യുന്ന രീതി കാണിക്കാം.